ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ കുർബാനയിലൂടെ തിരുവോസ്തിരൂപനായി നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോയെ അനുഭവിച്ചറിയുന്നവരായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിന് ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഈ അമ്മ ഇങ്ങനെ അടുത്തു വന്ന് പറഞ്ഞു, ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മകന് പള്ളിയിൽ ഞായറാഴ്ച പോലും പോകില്ല, കുർബാനയോടൊക്കെ വെറുപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അതുകൊണ്ട് മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ മകനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ മകനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കുർബാനയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന, കുർബാനയ്ക്കൊന്നും പോകാത്തത് എന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. കുറച്ച് നാളായിട്ട് എനിക്ക് കുർബാനയോടുള്ള താല്പര്യമൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് കാരണം എന്താണെന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി ഇതാണ്: അമ്മ പള്ളിയിൽ പോയിട്ട് വരും, പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം ഇടവക വികാരിയച്ഛൻ്റെ കുറ്റം പറയും, നാട്ടുകാരുടെ കുറ്റം പറയും, അവരങ്ങനെ കാണിച്ചു, പള്ളിയിൽ വന്നവരിങ്ങനെ കാണിച്ചു. ഇതിങ്ങനെ എല്ലാ ദിവസവും വന്നിങ്ങനെ പറയുന്നത് കേൾക്കുവാൻ തുടങ്ങിയതിന് ശേഷം പരിശുദ്ധ കുർബാനയിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്ത കടന്നു വരുവാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിതിനോട് വെറുപ്പാകുവാൻ തുടങ്ങി. ഞാനിങ്ങനെ കുർബാനയിൽ നിന്ന് അകലുവാൻ തുടങ്ങി എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ഇങ്ങനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് വാക്കുകളൊക്കെ പറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് പലരും ഇങ്ങനെ അകന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന ഒരു അനുഭവമാകണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ഈശോയെ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ആശീർവാദ പ്രാർത്ഥനയും കഴിഞ്ഞ് ദേവാലയത്തിന് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് സമയത്തേക്ക് ആരോടും സംസാരിക്കരുത്. തമാശ പറയാനോ അല്ലെങ്കിൽ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ ലോകകാര്യങ്ങളോ രാഷ്ട്രീയം പറയുവാനോ ഒന്നും പോകരുത്. ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈശോയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു അഭിഷേകത്തിൽ നിറഞ്ഞ് ആ ഈശോയുടെ ഒരു സാന്നിധ്യം അനുഭവിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയ്ക്ക് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുന്ന ഒരു സമയമാണ് ഇത്. പലരും കുർബാന കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞല്ലേ രാഷ്ട്രീയ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യം ഇവരുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ഈശോയെ നമ്മൾ ഒത്തിരി വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന അനുഭവമാകുന്നുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആരുടെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. ഞാൻ അറിയുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ കുർബാന കഴിഞ്ഞതിന് ശേഷം ആരോടും സംസാരിക്കത്തില്ല, സങ്കീർത്തിയുടെ സൈഡിൽ പോയി ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ഈശോയെ സ്വീകരിച്ചതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ആരോടും സംസാരിക്കാതെ ഈശോയോട് സംസാരിക്കുവാനും ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനും നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.